പേരൂർക്കട വ്യാജമോഷണ കേസിൽ പ്രതിക്കൂട്ടിലായി പോലീസ്. അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിന്റെ വീഴ്ച അക്കമിട്ട് നിരത്തി. സ്വർണ്ണമാല സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയ വിവരം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ്.ഐ. പ്രസാദിനോട് പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതോടുകൂടി പോലീസ് കെട്ടിച്ചമച്ച തിരക്കഥയാണ് എന്ന വാദം ശക്തിപ്പെടുന്നു. വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്താണ്. പ്രശാന്ത്, നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. പോലീസിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഓമന വളരെ കൃത്യമായി എങ്ങനെയാണ് ഈ സ്വർണ്ണമാല തിരികെ കിട്ടിയത് എന്ന് പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് ഇത്തരത്തിലൊരു തിരക്കഥ ഉണ്ടാക്കി ബിന്ദു എന്ന സാധു സ്ത്രീയെ കുടുക്കി. അങ്ങനെ തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ? രാഖി, ഒരു ദിവസം മുഴുവനും പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തി, ഒരു വനിതയെ നിർത്തി ആക്ഷേപിക്കുന്ന നിലപാടായിരുന്നു ഈ സ്വർണ്ണമാല മോഷണ കേസിൽ പോലീസ് സ്വീകരിച്ചത്. മാത്രമല്ല, അവരുടെ കുടുംബത്തെ പോലും ഈ വിവരം, കസ്റ്റഡിയിലെടുത്ത വിവരം ഭർത്താവിനെയോ അല്ലെങ്കിൽ വീട്ടുകാരെയോ പോലും അറിയിക്കുവാൻ പോലീസ് കൂട്ടാക്കിയതുമില്ല. അങ്ങനെ ആണ് ഈ ക്രൂരപീഡനമാണ് ഈ മാലമോഷണ കേസുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അതിനുശേഷമാണ് മാധ്യമങ്ങളിലൂടെ ഈ വലിയ കൊടും പീഡനം ബിന്ദു മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുന്നത്. തുടർന്നാണ് ഇത് കേസിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതായത് പോലീസ് കെട്ടിച്ചമച്ച തിരക്കഥ ആണ് ഈ കേസ് എന്നാണ് ഇപ്പോൾ അത് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കാരണം ഈ കേസിൽ ആദ്യം തന്നെ പോലീസ് ഒരു അന്വേഷണം പോലും നടത്താതെ, ഒരു പരാതി ലഭിക്കുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലൊരു പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഈ ബിന്ദു എന്ന ആ വീട്ടുവേലയ്ക്ക് നിന്ന ബിന്ദുവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും പോലീസ് സ്വയം തീരുമാനിച്ചുകൊണ്ട് ബിന്ദു തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് തീരുമാനിച്ചുകൊണ്ട് FIR അടക്കം ഇടുന്ന നിലയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ്, അതിനുശേഷമാണ് ഈ വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ പോലീസിനോട് പറയുന്നത് സ്വർണ്ണമാല വീട്ടിലെ തന്നെ സോഫയ്ക്കടിയിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുന്നു. അങ്ങനെ സോഫയ്ക്കടിയിൽ നിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് തന്നെ ഈ ഓമന ഡാനിയലിൽ നിന്നും മൊഴി മാറ്റാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കും, കേസെടുത്ത് കഴിഞ്ഞതാണ്, ഇനി അത് തിരുത്താൻ പാടില്ല, അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ അത് ഞങ്ങളെ ബാധിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ SI പ്രസാദ് ഓമന ഡാനിയലോട് പറയുന്നു. അതിനുശേഷം ഇത് പുറത്തു നിന്നും ചവറുകൂനയിൽ നിന്നും, വീടിന് പുറത്തുള്ള ചവറുകൂനയിൽ നിന്നും ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയാൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം എഴുതി ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഈ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ CCTV തന്നെ ഓഡിയോ ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥർ SI പ്രസാദും അതോടൊപ്പം തന്നെ ഗ്രേഡ് SI പ്രസന്നനുമടക്കം സംസാരിച്ചതിൻ്റെ ഓഡിയോ ദൃശ്യങ്ങളടക്കമുണ്ടായിരുന്നു. ഇതടക്കമാണ് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. ഈ ഓഡിയോ ദൃശ്യങ്ങളും അടക്കം ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിനൊടുവിലാണ് പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നും അതോടൊപ്പം തന്നെ ഇത് കേസ് കെട്ടിച്ചമച്ചതാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും രീതിയിലേക്ക് പോലീസ് മാറുന്നൊരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. സാധു സ്ത്രീയെ ഒരു പരാതി ലഭിക്കുമ്പോൾ ആ പരാതിയുടെ പ്രാഥമികമായ വിവരങ്ങൾ പോലും ചോദിച്ചറിയാതെ ഒരു താൻ കസ്റ്റഡിയിലെടുക്കുന്ന പ്രതിയെ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു വ്യക്തിയെ പ്രതിയാണെന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് പെരുമാറുന്ന നിലയിലെല്ലാം പോലീസ് ചെന്നെത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കുന്ന, അതായത് പരസ്പരം സംസാരിക്കുന്ന ശബ്ദങ്ങളും ഈ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അങ്ങനെ സമഗ്രമായ രീതിയിലൊരു പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലാണിപ്പോൾ പോലീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള തിരക്കഥകൾ കേസിൽ, പേരൂർക്കട മാലമോഷണ കേസിൽ പോലീസ് രചിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണം അല്ലെങ്കിൽ നടപടി വേണമെന്ന രീതിയിലേക്ക് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്യുന്നുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ലഭ്യമാണോ വിവരങ്ങൾ? നിലവിൽ ഈ SIയെയും ഗ്രേഡ് SI രണ്ടുപേരെയും സസ്പെൻഷനിലാണ്. രണ്ടുപേരും സസ്പെൻഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലുമാണ് തുടർ നടപടികളടക്കം വേണമെന്നൊരു ആവശ്യം ഈ പരാതിക്കാരിയായിട്ടുള്ള ബിന്ദു ഉന്നയിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം 24 മണിക്കൂറിന് മുകളിൽ കൊടിയ പീഡനമുണ്ടായി. മാത്രമല്ല, അപമാനിക്കുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുമുണ്ടായി. അതായത് ഇത് രണ്ടുപേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഈ ഗ്രേഡ് SIയുടെയും പേരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റ് പല ഉദ്യോഗസ്ഥர்களுം, അതായത് റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി
തയ്യാറാക്കിയ റൈറ്റർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവരടക്കം തന്നെ അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാതിക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമുള്ള ഒരു നടപടി മാത്രമല്ല, തനിക്ക് നീതി ലഭിക്കണം. കാരണം തീർച്ചയായും പ്രശാന്ത്, എന്തായാലും ഒരു സാധു സ്ത്രീയെ എങ്ങനെയാണ് പോലീസ് സംവിധാനം കൊടുങ്കുറ്റവാളിയാക്കാൻ ശ്രമിച്ചത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പേരൂർക്കടയിലെ ഈ വ്യാജ മോഷണ കേസ് എന്നുള്ളതാണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, പോലീസിനെ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ പോലീസിന്റെ വീഴ്ച അവർ അക്കമിട്ട് നിരത്തുകയാണ്. സ്വർണ്ണമാല സോഫയുടെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് ആ വീട്ടുടമ അല്ലെങ്കിൽ പരാതിക്കാരിയായ ഓമന ഡാനിയൽ പോലീസിനെ അറിയിക്കുന്നു. പക്ഷേ പോലീസുകാർ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ മൊഴി മാറ്റണം, വീടിന് പിന്നിലെ ചവർ കൂനയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറയണമെന്ന് പറഞ്ഞതനുസരിച്ച് മൊഴി മാറ്റുന്നു. അങ്ങനെ ഈ സാധു സ്ത്രീയായ ബിന്ദുവിനെ ഈ പോലീസ് സംവിധാനം ഒരു ദിവസം മൊത്തം സ്റ്റേഷനിൽ നിർത്തി പീഡിപ്പിച്ചതിൻ്റെ കഥകളൊക്കെ നമ്മൾ കണ്ടതാണ്, അവരുടെ ദുരനുഭവം അറിഞ്ഞതാണ്. എന്തായാലും മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തതോടുകൂടി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് പുറം ലോകം അറിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും പ്രശാന്ത് ശങ്കരമംഗലത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.